ഹായ് മക്കളുമാരെ, ഞാനിത് ഉണ്ടാക്കാൻ പോകുന്ന പ്രോൺ ഫ്രൈഡ് റൈസ് ആണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതേ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പ്രോൺ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മുതലാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ. മുളക് ഒരു 1/2 ടീസ്പൂണ്, പെപ്പർ 1/2 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, കോൺഫ്ലോർ 1 ടീസ്പൂണ്, സോയാ സോസ് 1/2 ടീസ്പൂണ്, ചില്ലി സോസ് 1, കോൺഫ്ലവർ 1 ടീസ്പൂണ്, പിന്നെ ഒരു മുട്ട. ഇതെല്ലാം കൂടെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഉപ്പും കൂടെ ഇട്ട്, പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല വെക്കേണ്ട, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നമ്മുടെ ജീരകശാല അരിയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത്. അപ്പം 1.5 ഗ്ലാസ്സിനാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഉപയോഗിക്കണം. നന്നായിട്ട് കഴിഞ്ഞ ശേഷം 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് ഒരു ടീസ്പൂണ് ഞാൻ എന്താണെന്ന് പറയാമോ, ആപ്പിൾ വിനീഗർ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ നാരങ്ങ ഇല്ലായിരുന്നു ഇവിടെ, അല്ലെങ്കിൽ നാരങ്ങയുടെ പകുതി വെണ്ണി വെച്ചാൽ മതി. അതിന് ശേഷം അതിനെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. സോക്ക് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ അടുപ്പിൽ വെച്ച് ഒരു 15 മിനിറ്റ് തിളപ്പിക്കാൻ തന്നെ ഇത് ഉപയോഗിക്കും. അതേ സമയത്ത് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ, നമ്മൾ ഫ്രൈഡ് റൈസ് വെക്കുന്ന പാത്രത്തിലോട്ട് നമ്മുടെ പ്രോൺ വറുത്ത് കോരണം. വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേന് അതിനകത്തോട്ട്, അത് മൂക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ്, പിന്നെ നമ്മുടെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ മുളകില്ലേ, പൊന്തമുളകാണ് ഇത്. കാപ്സിക്കം ഇല്ലായിരുന്നു കയ്യിൽ, അപ്പോൾ ഞാൻ വേറെ എടുത്തിട്ടുള്ളതാണ്. എല്ലാം കൂടെ ഇട്ട് ഇളക്കണം. അതേ സമയത്ത് തന്നെ ചീനിച്ചിട്ട് എടുത്ത് വെച്ച് ഒരു 4 മുട്ട അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് 4 മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് അതിനെ നന്നായിട്ട് ഇളക്കി നമ്മൾ തോരൻ വയ്ക്കില്ലേ അതേ പോകണം. ഇതിനകത്ത് ഉപ്പ് ഒഴിച്ചാൽ മാത്രം മതി. ഇച്ചിരി ഉപ്പും കൂടെ ഇടണം. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതേ വേണം, തോരൻ പോലെ ഇതൊക്കെ രീതിയിൽ. ഒരുപാട് അങ്ങ് വേണ്ട, ഈ പാകത്തിന് എടുക്കണം കേട്ടോ. ഈ പാകത്തിന് എടുത്ത് കോരി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രൈഡ് റൈസിന് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ പെപ്പറും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് അതിന് ശേഷം സോയാ സോസ്, ചില്ലി സോസ്, നമ്മുടെ ടൊമാറ്റോ സോസ് എല്ലാം ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ പ്രോൺ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതും എഗ്ഗ് നമ്മൾ ഇളക്കി വെച്ചിട്ടില്ലേ അതും ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. നമ്മൾ മറ്റേതിനകത്ത് വിനീഗറൊക്കെ ഒഴിച്ച് എന്തിനെന്നറിയാമോ, അത് കുഴഞ്ഞു പോകാതിരിക്കാനാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യണമെന്ന് അറിയാമോ, നമ്മൾ അരി വേവിച്ച് വെച്ചിട്ടില്ലേ, ചോറ് വെച്ചിട്ടില്ലേ, ജീരകശാല അരി 15 മിനിറ്റ് വേവിച്ച് വെച്ചേക്കുന്ന അതെടുത്ത് ഇതിനകത്ത് തട്ടി വെക്കണം. പ്രോൺ ഫ്രൈഡ് റൈസ് ആണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.